അപ്പോൾ രാവിലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബർ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചു. അപ്പോൾ ഗിഫ്റ്റ് അയച്ച ഇത്താക്ക് വരാനായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഉപ്പാടെ കയ്യിലായിരുന്നു ഗിഫ്റ്റ് കൊടുത്തത്. എനിക്ക് 10 മണിക്ക് മദ്രസയിൽ പോകുന്നതുകൊണ്ട് രാവിലെ തന്നെ ആൾക്കാരുടെ ഉപ്പ വന്നു. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് എന്താണെന്നാണ് നിങ്ങളെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഗിഫ്റ്റ് കവറിനുള്ളിൽ നിന്ന് എടുക്കാം. ക്രിസ്മസ് കേക്കാണ്. കേക്ക് തന്നെയാണ് ക്രിസ്മസ് കേക്ക്. അപ്പോൾ ഇതേ കണ്ടില്ലേ, 3 ക്രിസ്മസ് കേക്കാണ്. 3 ഫ്ലേവർ ആയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഗിഫ്റ്റ് അയച്ചിരിക്കുന്നത് ഷെറീസ് എന്ന് പറയുന്ന ഒരു ഇത്തായാണ്. ആ ഇത്താക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഷെറീസ് മസാല എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ നെയിം. ആ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ആ ലിങ്കിൽ ഒന്ന് കയറി ആ വീഡിയോസ് കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴേ എനിക്ക് ഈ ഗിഫ്റ്റ് അയച്ച അയത്താക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ കേക്ക് ഓതിയിലാണ് അയാന് ആദ്യം നമ്മള് ഒരു വെച്ചു കൊടുക്കാൻ പോവാണ്. ഹാപ്പി ക്രിസ്മസ്. ഞാനും അയാനും ഒക്കെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ നല്ല ഭംഗിയാണ്. ഈ വൈകിട്ട് സമയത്തൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ദേണ്ടാണ്ടില്ല, അവിടെ സൂര്യൻ അസ്തമിക്കാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കിളികളും. അപ്പൊ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ്. 2 മണിക്കായിട്ട് ഇവിടെ റോഡ് മുഴുവൻ മോശമായിട്ട് കിടക്കുവാണ്. അപ്പോഴേ റോഡൊക്കെ പണിയാനായിട്ട് സൈഡിൽ ഇങ്ങനെ കുഴിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ റോഡിൽ നല്ലപോലെ ആക്കിയിട്ടുണ്ട്, മണ്ണൊക്കെ ഇട്ട്. റോഡൊക്കെ വൃത്തിയാക്കാനായിട്ട് റോഡിന്റെ പണിക്കൊക്കെ ആവശ്യത്തിന് ഇവിടെ കുറച്ച് കല്ലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ അവിടെയും മുകളിലും ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പൊ ഇതേ കണ്ടില്ലേ, അവിടെ സൂര്യൻ അസ്തമിക്കാനായിട്ട് തയ്യാറെടുത്തോണ്ടിരിക്കുവാണ്.
പണ്ടുള്ള കോട്ടേഴ്സ് ആണ്. ഇവിടെ മുഴുവനായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. ഇതിന്റെ മേൽക്കൂരയൊന്നുമില്ല. വീടൊക്കെ ഇങ്ങനെ കാടൊക്കെ കയറി നശിച്ചു കിടക്കുവാണ്. ഇത് പണ്ട് ഇങ്ങനെ ഫാമിലി ഓഫീസേഴ്സ് ഒക്കെ താമസിക്കുന്ന സ്ഥലമായിരുന്നു. ഇത് കോട്ടേഴ്സ്. ആ പച്ച മാങ്ങൊക്കെ ഒന്ന് വീഴും. അപ്പൊ അതൊക്കെ പറക്കാനായിട്ടും അല്ലാതെ മെത്തി കിടക്കുന്ന പറിക്കാനായിട്ടും ഒക്കെ ഒരുപാട് പേര് വരാറുണ്ട്. അല്ലാതെ തന്നെ ഇതും ഒരു കുഞ്ഞു ടൂറിസ്റ്റ് ഏരിയ ആണ്. എന്താന്ന് വെച്ചാല് ഒരുപാട് പേര് ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. ഈ മാവിനെ ഞങ്ങൾ വിളിക്കുന്നത് മുത്തശ്ശി മാവെന്നാണ്. അപ്പൊ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചില ഷൂട്ടിങ്സ് ഒക്കെ നടക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട്. ഒരുപാട് പേര് ഇവിടെ തന്നെ ആൽബത്തിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാല് ഒരു ഗോഡൗൺ ആണ്. ഇവിടെ എന്താ പ്രത്യേകിച്ച് ഉള്ളതെന്ന് വെച്ചാല് നമ്മൾ ഈ റബ്ബറിലൊക്കെ ഒരു പ്ലാസ്റ്റിക് ഇടില്ലേ മഴ സമയത്തൊക്കെ, ആ പ്ലാസ്റ്റിക് ഒക്കെ എന്തുവാ ശേഖരിക്കുന്നത് ഇവിടെ ആണ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഈ റബ്ബറിന്റെ ചില്ല്, ചിരട്ട അതുപോലെയുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെയാണ് വെക്കാറ്. അതിനാണ് ഇത് കെട്ടിയിരിക്കുന്നത്. ഇത് അതിന്റെ അത്രയും മോശം അല്ലെങ്കിൽ മുകളിലെ ചില ഓടൊക്കെ പൊട്ടിയിരിപ്പുണ്ട്. അല്ലാതെ ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ആരും വരാറൊന്നുമില്ല, പൂട്ടിയിട്ടേക്കുവാണ്.